ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് ലാൽ. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. നമ്മളേതായ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ബിരിയാണി. അപ്പൊ നമുക്ക് അതിനുള്ള ചിക്കൻ ആദ്യം തന്നെ നമുക്ക് മസാല വരട്ടി മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഒരു പാത്രം എടുക്കാതെ തന്നെ ആദ്യം തന്നെ അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, ജീരകം പൊടി, ഗരം മസാലയും കൂടി ആഡ് ചെയ്യും. ഇതിനകത്തേക്ക് കുറച്ച് തൈരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ചെറുനാരങ്ങ ഒരെണ്ണം പിഴിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മളെ ചിക്കൻ അപ്പൊ നന്നായിട്ട് മസാല വരട്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം മാറ്റി വെക്കാം. അപ്പൊ നമ്മളെ ചിക്കൻ ഒരു അരമണിക്കൂറാവും. അപ്പൊ അതിന് മുമ്പ് നമുക്ക് അരി റെഡിയാക്കാം. ഓക്കെ, അതിന് വേണ്ടത് പാത്രം നമുക്ക് വെക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കറി മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കും. നമുക്ക് ഇതിനകത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി എന്തോരം ഉണ്ടോ അതിൻ്റെ ടൈപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമുക്കിത് കഴുകി വെച്ച അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനാണല്ലോ തുമ്പിയുണ്ട ഉപ്പ് നോക്കാനായിട്ട് വന്നിട്ടാണ്. വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, പക്ഷെ അത് ഉപ്പ് നോക്കാനല്ല, അപ്പുറത്തേക്കാണ്. നമ്മളെ വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറുനാരകം കൂടി പിഴിഞ്ഞു വെക്കാം. നമ്മളെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാണ് അടുത്ത സാധനം. ഉപ്പുണ്ടോ നോക്കാൻ തന്നെ വന്നിട്ട് നമ്മളെ റൈസ് ഏകദേശം റെഡി ആയിട്ട് മാറ്റി വെച്ച് നമുക്ക് ഇനി ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാം. ചിക്കൻ എന്ന് വെച്ചാൽ ഒരു പകുതി ഫ്രൈ ചെയ്താൽ മതി. അതിനുവേണ്ടി നമുക്ക് പാൻ വെക്കാം. ഇത് നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മളെ പെരട്ടി വെച്ചിങ്ങനെ ചിക്കൻ നന്നായിട്ട് ഇതായിട്ട്. അപ്പൊ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനിടാം. നമ്മളെ ചിക്കൻ ഫ്രൈ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതൊന്ന് കറിയാക്കാൻ നോക്കാം. ഓക്കെ, ഇത് നമ്മളെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം. നമ്മൾ ആ വറുത്ത വെളിച്ചെണ്ണ തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വറുത്ത വെളിച്ചെണ്ണ തന്നെ നമുക്ക് വറുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക് കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കും. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇട്ടിട്ട് നോക്കിയിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കുക.
സവാള ഏകദേശം വാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മള് സവാളയും തക്കാളിയും ഒക്കെ റെഡി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ചിക്കൻ മസാലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിന് നമുക്ക് വറുത്ത് വെച്ചേക്കണ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് നമ്മളെ ചിക്കൻ റെഡി ഉണ്ട്. അപ്പൊ നമുക്കിത് ദമ്മിടാനുള്ള പരിപാടി നോക്കാം. നമ്മളെ ബിരിയാണി ഇത് ദമ്മിടാനായിട്ട് ഇതിന്ന് കുറച്ച് നമ്മളെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഇത്ര എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ലെയറായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കത്തറി കൊടുക്കാം. നമുക്കിത് ഒരു ലെയർ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിത് മാറ്റി വെച്ച റൈസ് ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ലെയർ കൂടി റൈസ് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്ത് കുറച്ച് എസൻസ് ഒഴിച്ചു കൊടുക്കും. അതില് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇതിനകത്തേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി, നുള്ള് മതി, നമുക്ക് കളറിന് വേണ്ടി മാത്രം. നമുക്കിത് മിക്സ് ചെയ്ത വെള്ളം ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഫ്രൈ ചെയ്തിടാം. നമുക്ക് അതിലേക്ക് ലാസ്റ്റ് ആയിട്ട് സവാള ഫ്രൈ ചെയ്ത് ഇടാം. നമുക്കിത് സവാള ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ വെക്കാനായിട്ട് പാത്രമില്ലാത്ത നമ്മളിത് ഇല വെച്ചിട്ട് മുകളിൽ മൂടിയിട. അപ്പൊ ഇത് നമ്മളുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. നമ്മൾ സാധാരണ ദമ്മിടുന്നുണ്ടല്ലോ, അപ്പൊ നമ്മ വാഴ വെച്ചിട്ട് മൂടിയാണ് കൊടുത്തേക്കണത്. നമുക്കിത് തുറന്നു നോക്കാം. ഓക്കെ, അടിപൊളി ബിരിയാണിയാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെല്ലാ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ എന്തായാലും വരും. ഈ ബിരിയാണി എന്തായാലും ട്രൈ ചെയ്യാം. ഓക്കെ, അതുവരേക്കും